ഇപ്പം എന്നെ കാണി ഇൻട്രസ്റ്റ് മോൾക്കാണ് കേട്ടോ റീലൊക്കെ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞിട്ട് എന്നോട് എന്നും പറയാറുള്ളത് പുറത്ത് പോകാം എന്നുള്ളത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെന്തായാലും പുറത്ത് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ യാദൃശികമായിട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടവരെ കണ്ട് നമ്മൾ റോട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അവരെന്തായാലും നമ്മുടെ റൂമിലോട്ട് വരാനുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടതുകൊണ്ട് പിന്നെ റൂമിലോട്ട് വന്നില്ല. നമ്മളങ്ങനെ നേരെ പോയത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഡിസ്കൗണ്ട് സെൻറ്ററിലാണ്. ഒട്ടുമിക്ക പ്രവാസികളും കുട്ടികൾക്കുള്ള ടോയ്സ് ഒക്കെ വാങ്ങുന്ന ഈ ഡിസ്കൗണ്ട് സെൻറ്ററിൽ നിന്നായിരിക്കും. നമ്മളിവിടുന്ന് നാട്ടിലോട്ട് വെക്കേഷന് പോകുമ്പോൾ വീട്ടിലെ കുട്ടികളൊക്കെ കാത്തിരിക്കുന്നത് ഈ ടോയ്സിനും ചോക്ലേറ്റിനൊക്കെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ നാട്ടിലോട്ട് കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ച്. അപ്പോഴേക്കും മോളിതാ ടോയ്സൊക്കെ വെച്ചിട്ട് കളിയൊക്കെ തുടങ്ങിയിട്ടാ. മോൾക്ക് തന്നെ ഡൗട്ടായി ഏത് ടോയ്സ് എടുക്കണം, എന്തൊക്കെയാ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ കണ്ണിൽ കണ്ടതൊക്കെ വലിച്ചു വാരി ഇട്ടോടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയ നെസ്റ്റോയിലാണ്. അവിടെ പുതിയൊരു ഐസ് ബേഡ് ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് മോൾക്ക് കൊടുത്തപ്പോൾ മോൾക്ക് ഡൗട്ട് ഇനിയിപ്പോൾ ഐസ്ക്രീം കഴിച്ചാൽ സ്നേക്ക് വരുമോ എന്നുള്ളത്. അങ്ങനെ രണ്ട് ഡൗട്ടിലായിരുന്നു മോൾ ഉണ്ടായത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ മോളങ്ങ് കഴിക്കാൻ തുടങ്ങി. നോർമലി ഐസ്ക്രീം ചോക്ലേറ്റ് അങ്ങനത്തെ ഒന്നും കൊടുക്കാറ് കുറവാണ് കുഞ്ഞിന്. അതുകൂടാതെ ഇതൊക്കെ കഴിച്ചാൽ വയറിൽ സ്നേക്ക് വരുന്നുള്ള ഒരു വീഡിയോയും കൂടി കാണിച്ചു കൊടുത്തതുകൊണ്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു പേടിയാണ് കുഞ്ഞിന്. അങ്ങനെ നെക്സ്റ്റ് ഒന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ റൂമിലോട്ട്. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ.